നമസ്കാരം. കേരളത്തിന് വീണ്ടും ഒരു പുരസ്കാരം കൂടി കിട്ടിയിരിക്കുകയാണ്. അത് ദേശീയ പുരസ്കാരമാകുമ്പോൾ കൂടുതൽ പ്രത്യേകതയുള്ളതാണല്ലോ. ഇപ്പോൾ കേരള ടൂറിസം വീണ്ടും നമ്പർ 1 ആയിരിക്കുകയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ICRTയുടെ പുതിയ ഗോൾഡ് പുരസ്കാരം ബേപ്പൂർ മോഡൽ ഉത്തരവാദിത്ത ടൂറിസത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ടൂറിസം നടപ്പാക്കുക എന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ ബേപ്പൂർ മോഡൽ ഉത്തരവാദിത്ത ടൂറിസം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ നടപ്പിലാക്കിയതിനാണ് ഇപ്പോൾ ഗോൾഡൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2022 ദേശീയ പുരസ്കാരം കിട്ടിയിരുന്നു. അത് സുവർണ പുരസ്കാരമായിരുന്നു 3 പ്രാവശ്യം കിട്ടിയിരുന്നത്. 2023 ഒരു പ്രാവശ്യം കിട്ടി. ഇപ്പൊ 2024 വീണ്ടും ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 3 വർഷം പുരസ്കാരം കിട്ടിയ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വിവിധ തലങ്ങളിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിക്കാണ് കേരള സർക്കാർ അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവിധ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ടൂറിസം പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അതിന് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളതായത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് കേരളത്തിന്റെ ടൂറിസം മന്ത്രിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുകയാണ്. വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രാദേശിക ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയെ മുൻനിർത്തിയാണ് ഈ ടൂറിസം പദ്ധതി നടപ്പിലാക്കുക എന്നും പറഞ്ഞിരിക്കുകയാണ്. കേരളക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കേരളം വീണ്ടും നമ്പർ 1 ആയിരിക്കുകയാണ്.